മുറ്റം തീരെ കുറവായിരുന്ന ഇവിടെ ഇരുന്ന് പഴയ ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റ് കുറേ കർവ് ചെയ്ത് ഉള്ളിലേക്കായിരുന്നതുകൊണ്ടാണ് മുറ്റം കുറവ് ഫീൽ ചെയ്തിരുന്നത്. ചെറിയ മുറികളുള്ള ഒരു വീടിന് വലിയ മുറികളും വിശാലമായ സ്പേസസ് ഉള്ള ഒരു വീടാക്കി മാറ്റിയ സ്റ്റോറിയാണ്. നേരത്തെ ഇവിടെ ഇരുന്ന് ഡോറ്, എന്നിട്ട് കയറിയിട്ട് ഒരൊറ്റ ഹോളായിരുന്നു. പഴയ കാർ പോർച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു വലിയ ഡ്രോയിങ് റൂം ഉണ്ടാക്കി. ഫ്ലോർ സ്പേസസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വാതിലുകളില്ലാതെ എന്നാൽ പ്രൈവസിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് വിശാലമായ സ്പേസസ് ആണ് മൊത്തം. പണ്ട് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം അങ്ങ് മനസ്സിലാവില്ല. ഇപ്പോൾ കാണുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, ഒരു വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഉണ്ട്, അതുപോലെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് റൂം ഉണ്ട്. പക്ഷേ ഡ്രോയിങ് റൂമിൽ നിന്ന് ലിവിങ് റൂം ഭയങ്കര പ്രൈവറ്റ് ആണ്. ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിലും നല്ല വലിയ ബെഡ്റൂംസ് ആണ്. ആ ബീമിന് അപ്പുറമുള്ള പോർഷൻ പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് കേട്ടോ. ഇവിടെ മുമ്പ് 2 ടോയ്ലറ്റ് ആയിരുന്നു, അത് രണ്ടിനെയും കൂടി ചേർത്ത് ഒരുമിച്ചാക്കി. ഡൈനിങ്ങിൻ്റെ മെയിൻ വാഷ് ബേസിൻ വന്നപ്പോൾ ടോയ്ലറ്റിന് അത് ഇപ്പോഴത്തെ ഒരു വാഷ് ബേസിൻ കിട്ടി. ഡൈനിങ്ങിൻ്റെ മെയിൻ വാഷ് ബേസിൻ ഇവിടെ റിസസ് ചെയ്ത് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മുൻപൊരു ചെറിയ സ്റ്റെയറാണ് ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് എളുപ്പത്തിൽ കയറാവുന്ന സ്റ്റെയറും ഓപ്പൺനെസ്സും ഓപ്പൺ കിച്ചണും ഒക്കെ കൂടി കൊണ്ടുവരാൻ വേണ്ടി സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് വളരെയധികം ഉണ്ടായിരുന്നു. ഈ ബീംസിലൊക്കെ നല്ല ലോഡുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് പില്ലർ പുതിയത് ഇട്ടിരിക്കുന്നതാണ്, ഉള്ളിലാണ്. ഈ ഭിത്തിയുടെ ഉള്ളിലും കോൺക്രീറ്റ് പില്ലറുണ്ട്. കിച്ചൺ ഓപ്പൺ ആണെന്ന് മാത്രമല്ല, ഡിസൈനറാണ്, ശരിക്കും ലിറ്ററലി ഡിസൈനർ കിച്ചണാണ്. ഓരോ സാധനങ്ങളും കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇതും പഴയ ചെറിയ മുറി ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, അത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. അങ്ങനെ വിശാലമായ മുറി കിട്ടിയതിൻ്റെ ഒപ്പം പുതിയതായിട്ട് എടുത്ത ഒരു ടോയ്ലറ്റാണ്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരു വർക്ക് ഏരിയ ഉണ്ട്. പുതിയ സ്റ്റെയർ വളരെ രസമായിട്ടുള്ളതാണ്. സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ നല്ല വെളിച്ചമുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. താഴത്തെ ലിവിങ് റൂമിലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ജനലുകളാണ്. മുകളിൽ നിന്ന് സ്റ്റെയറിൻ്റെ ഇവിടെ നിന്നുള്ള വെളിച്ചവും താഴത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെയർ കയറി ചെല്ലുന്ന സ്പേസിൽ നിന്ന് ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഒരു സ്ഥലം. പുറകിൽ വർക്ക് ഏരിയയുടെ അവിടേക്ക് മുകളിൽ നിന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വെച്ചേക്കണാണ്. താഴെ നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് എടുത്ത ടോയ്ലറ്റിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തു. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിനും ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പുതിയതായി എടുത്ത വർക്ക് ഏരിയയുടെ മുകളിലായിട്ടാണ് ഈ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ബാൽക്കണി സ്പേസും കൂടി കിട്ടിയത് നമുക്ക്. എലിവേഷനിൽ നമ്മൾ സ്ലോപ്പിംഗ് റൂഫൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ ടെറസ് മുഴുവനും യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പുറത്തും ഒരു ബാൽക്കണി സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും ഫ്ലാറ്റ് തന്നെയാണ്, പക്ഷേ എലിവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ലോപ്പിംഗ് റൂഫൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈവൻ ഫസ്റ്റ് ഫ്ലോറും സ്ലോപ്പിംഗ് അല്ല, ഫ്ലാറ്റ് റൂഫ് തന്നെയാണ് കേട്ടോ. എലിവേഷൻ കസ്റ്റമർ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടെറസ് ഏരിയയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫ്യൂച്ചറിൽ എക്സ്പാൻഡബിൾ ആയിട്ടുമാണ് എടുത്തേക്കുന്നത്. അപ്പം മെയിൻ ഗേറ്റ് നേരത്തെ അവിടെ ഇരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇത്രയും സ്പേസും നമുക്ക് ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യണം. ഇങ്ങനെ പ്രൈവസി ഇല്ലാത്ത വീടുകളെ ലക്ഷറിയസ് ആയിട്ടും ഭംഗിയാക്കിയും മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും കർണാടകത്തിലും ഉണ്ട്. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പഴയ വീടിന് പുതിയ മുഖം.